പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് 2016 ശേഷം വന്നത് എന്നത് ഏവർക്കും അറിയാവുന്നതാണ്. 2016 സാഹചര്യം എല്ലാവരും ഓർക്കുന്നുണ്ടോ? കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ അപജയം സംഭവിച്ചെടുക്കാൻ അതിൻ്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിൽ വലിയ ശോചനീയാവസ്ഥ വന്നു ചേർന്നു. ഇതിനിടയാക്കിയത് പൊതുവിദ്യാഭ്യാസത്തെ അവഗണിക്കുന്ന നിലപാട് സ്വീകരിച്ചതുകൊണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്ന അൺഎയ്ഡഡ് സ്കൂളുകൾ അവയ്ക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും പ്രോത്സാഹനവും പിന്തുണയും ലഭിച്ചു. അങ്ങനെ വന്നപ്പോൾ മെല്ലെ മെല്ലെ പൊതുവിദ്യാലയങ്ങൾ പുറകോട്ട് പോയി. ആ കാലത്ത് 5 ലക്ഷം കുട്ടികളാണ് പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞുപോയത്. പൊതുവിദ്യാഭ്യാസം അതേ രീതിയിൽ നിൽക്കുമോ എന്ന ആശങ്ക വലിയ തോതിൽ ഉയർന്നു വന്നു. അനാദായകരം എന്നൊരു പട്ടിക തയ്യാറാക്കി അത്തരത്തിലുള്ള സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന നില വന്നു. അങ്ങനെ തയ്യാറാക്കിയ പട്ടികയിൽ 4000 സ്കൂളുകൾ ദയാവധം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരിലും വലിയ ആശങ്കയൊന്നു, വലിയ മനോവേദന പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്നവർക്കുണ്ടായി. ആ ഘട്ടത്തിലാണ് 2016 LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇറക്കുന്ന പ്രകടന പത്രികയിൽ തന്നെ LDF പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. അങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന ഒരു മിഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. നാടാകെ അതിൻ്റെ ഭാഗമായി അണിനിരന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നാടാകെ സഹകരിച്ചുകൊണ്ട് ഓരോ വിദ്യാലയവും മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇതിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. നേരത്തെ ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി 5000 കോടി രൂപ ചെലവഴിച്ച കാര്യം പറഞ്ഞു. എന്നാൽ അതോടൊപ്പം നാടും നാട്ടുകാരും വലിയ തോതിൽ സഹകരിക്കുകയും നല്ല പിന്തുണ നൽകുകയും ചെയ്തു. അങ്ങനെയാണ് തകർന്നു പോകുമായിരുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. അതിൻ്റെ പൊതുയാത്രയിൽ ഈ സ്കൂളും നല്ലതുപോലെ പങ്കുചേർന്നു എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. 2016 മുതൽക്കുള്ള കാര്യങ്ങളെടുത്താൽ നിരവധി പദ്ധതികൾ നടപ്പാക്കിയതായി കാണാൻ സാധിക്കും. 2018 7.5 കോടി രൂപയുടെ
പദ്ധതികളാണ് നടപ്പാക്കിയത്. 2020 7 കോടി രൂപയുടെ പദ്ധതി സ്കൂളിന് വേണ്ടി നടപ്പാക്കി. 2022 3 കോടി രൂപയുടെ പദ്ധതികളും ഇവിടെ നടപ്പാക്കി. സ്മാർട്ട് ക്ലാസ് റൂമുകൾ പണിയുന്നതിനായി 1 കോടി രൂപയും അനുവദിക്കുകയുണ്ടായി. ആ രീതിയിൽ കേരളത്തിലെ എണ്ണപ്പെടാവുന്ന സ്കൂളുകളിൽ ഒന്നായി ഈ സ്കൂൾ മാറിയിരിക്കുന്നു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇത് ഒരു സ്കൂളിന് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. കേരളത്തിലാകെ വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റം, അതിൻ്റെ ഭാഗമായാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗിൻ്റെ തുടർച്ചയായ അംഗീകാരം ഇന്ത്യയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നമ്പർ 1 എന്ന സ്ഥാനം കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ നമ്മുടെ നാടിന് അഭിമാനിക്കാൻ വക നൽകുന്ന കാര്യമാണ്. കാരണം നമ്മുടെ നാട് എല്ലാവരും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തൽപരരാണ്.